ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥയിലേക്ക് സ്വാഗതം. സ്വാന്തനത്തിലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, ഹരിയെ തല്ലിയ ബാലൻ്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തതൊക്കെ പറയുകയാണ് അപ്പു. സ്വാന്തനത്തിൽ അതിനുശേഷം കൂട്ടയടി നടക്കുകയാണ്. ഇന്നലെ കഥ അവസാനിക്കുമ്പോൾ രാത്രിയായപ്പോൾ ദേവൂട്ടിയും ദേവിയും കൂടി ക്രാഫ്റ്റ് പേപ്പർ കൊണ്ട് പലതും ഉണ്ടാക്കുകയായിരുന്നു. അപ്പോഴാണ് പേപ്പർ കീറിപ്പോയത് ദേവിയുടെ കയ്യിൽ നിന്നും. ഉടനെ തന്നെ ദേവൂട്ടി നല്ല പേപ്പറുകൾ എടുക്കാനായി കണ്ണൻ്റെ മുറിയിലേക്ക് കയറുന്നു. കണ്ണൻ്റെ മുറിയിലാണെന്നുണ്ടെങ്കിൽ കുറേ പേപ്പറുകളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് ദേവൂട്ടി അവിടെ ചെന്ന് പേപ്പറുകളൊക്കെ എടുത്ത് ദേവിയുടെ അടുത്തേക്ക് വന്നു. പിന്നീട് ദേവൂട്ടിയും ദേവിയും കൂടി കുറേ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കി. ഇത് കണ്ട് ദേവൂട്ടിക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ആ സമയത്താണ് കണ്ണൻ കയറി വരുന്നത്. റൂമിൽ കയറി ചെന്ന കണ്ണനാണെന്നുണ്ടെങ്കിൽ വരച്ച വെച്ച പ്ലാനൊന്നും നോക്കുകയാണ്. എന്നാൽ പ്ലാനൊന്നും കാണാതെ വന്നപ്പോൾ അവിടെ റൂമിൽ ആരോ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ കണ്ണൻ അവിടെ മുഴുവൻ തപ്പുന്നുണ്ട്. അതിനുശേഷം ദേഷ്യം പിടിച്ച കണ്ണൻ ഉമ്മർത്തിരുന്ന ദേവിയുടെയും ദേവൂട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ചോദിക്കുകയാണ്, എൻ്റെ മുറിയിൽ ആരാണ് കയറിയത് എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് കൊച്ചച്ച എന്ന് ദേവൂട്ടി പറയുന്നു. ബോട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ പേപ്പർ എടുക്കാൻ കയറിയതാണെന്ന് ദേവൂട്ടി മറുപടി പറയുന്നുണ്ട്. ഞാൻ പ്ലാൻ തയ്യാറാക്കി വെച്ച പേപ്പറാണ് ഇവൾ എടുത്തുകൊണ്ട് വന്നത്. എൻ്റെ മുറിയിൽ കയറരുതെന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എന്ന് കണ്ണൻ ദേഷ്യത്തിൽ പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുവും ഹരിയും അങ്ങോട്ട് വരികയാണ്. എന്താണ് പ്രശ്നമെന്നൊക്കെ തിരക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ദേഷ്യം വന്ന നമ്മുടെ അപ്പു ആണെന്നുണ്ടെങ്കിൽ, നീ ദേവൂട്ടിയെ വഴക്ക് പറയുന്നെന്നും നിൻ്റെ മുറിയെന്നൊക്കെ പറയാൻ നിനക്ക് എന്താ അവകാശമെന്നും ഈ വീട് 4 പേർക്കും ഒരേ അവകാശമാണെന്നും മറ്റും പറഞ്ഞ് അപ്പു കലി തുള്ളുകയാണ്. ദേഷ്യത്തിൽ അപ്പുവിനെ ഹരി തല്ലുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ട് ദേവി ഹരിയെ വഴക്ക് പറയുകയായിരുന്നു. അപ്പോഴാണ് ബാലൻ കയറി വരുന്നത്. എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ദേവി നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് കേട്ടോടുകൂടി ബാലനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഹരിയെ തല്ലുകയാണ്. അത് കണ്ട് അപ്പു ആണെന്നുണ്ടെങ്കിൽ പറയാൻ പാടില്ലാത്തതെല്ലാം നമ്മുടെ ബാലനോട് പറയുകയാണ്. എൻ്റെ ഭർത്താവിനെ എൻ്റെ മുൻപിൽ വെച്ച് തല്ലാനായിട്ട് നിങ്ങൾക്ക് എന്താവകാശമെന്നാണ് ബാലനോട് ചോദിക്കുന്നത്. ഇത് കേട്ടിട്ട് മൊത്തത്തിൽ തകർന്നു പോവുകയാണ് ബാലൻ. മറുപടി ഒന്നും പറയാൻ പറ്റാതെ ബാലൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ സ്വാന്തനത്തിൽ കൂട്ടാടിയാവുകയാണ്. ഈ ഒരു കണ്ണൻ്റെ വരവോട് കൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒത്തൊരുമയും എല്ലാം തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കാണുന്ന എല്ലാവരും നമുക്കൊരു ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.